ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ പ്രിയ ദൈവജനമേ, നിങ്ങളെ എല്ലാവരെയും BTVയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ദുഃഖവെള്ളി, നാളെ ഈസ്റ്റർ. ഈസ്റ്ററിൻ്റെ എല്ലാവിധ നന്മകളും നിങ്ങൾക്കോരോരുത്തർക്കും വ്യക്തിപരമായി ഞാൻ ആശംസിക്കുകയാണ്, നേരുകയാണ്. യേശു ഉയർത്തെഴുന്നേറ്റ ഈ ദിവസം യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഉയർപ്പിൻ്റെ സന്ദേശം? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോടൊപ്പം നമുക്ക് അത് എന്തെല്ലാം ഗുണം ചെയ്യുന്നു, എന്തെല്ലാം പ്രയോജനം ചെയ്യുന്നു എന്ന് നമ്മൾ ഈ അവസരത്തിൽ ധ്യാനിക്കാൻ പോവുകയാണ്. അതിനായി കൊളോസ്യോസുകാർക്ക് ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 1-2 തിരുവചനങ്ങൾ. കൊളോസ്യോസ് 3-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെപ്പറ്റി അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയെ നിങ്ങൾ ശ്രദ്ധിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. എത്ര മനോഹരമായ ഒരു തിരുവചനമായത്! അത് നമ്മളെ വലിയൊരു അനുഭവത്തിലേക്ക് ഈ വചനം നമ്മളെ നയിക്കുന്നു. അതിൻ്റെ പ്രാരംഭമായി എന്താണ് പറയുന്നത്? ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ, നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ, ഉയർപ്പിക്കപ്പെട്ടവരാണോ നമ്മൾ? പലർക്കും ഇതിൻ്റെ ആന്തരികമായ ആത്മാവിലുള്ള ഈ വചനത്തിൻ്റെ വ്യാപ്തി ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മളിനി മരിച്ച് അടക്കപ്പെട്ട് യേശുവിൻ്റെ വരവിങ്കൽ വീണ്ടും എടുക്കപ്പെടുന്ന കാര്യം മാത്രമേ നമുക്കറിയാവുള്ളൂ. അന്ന് നമ്മൾ ഉയർപ്പിക്കപ്പെടും. കർത്താവിൻ്റെ കാഹളധ്വനി കേൾക്കുമ്പോൾ അത് സത്യമായും നമ്മുടെ ശരീരത്തിൽ മരിച്ച നാം, ശാരീരികതയിൽ മരിച്ച നാം, നമ്മുടെ ശരീരത്തോടുകൂടി അവിടെ നമ്മൾ ഉയർത്ത് എഴുന്നേൽക്കപ്പെടും. എന്നാൽ അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ഉയർപ്പിക്കപ്പെടാനിരിക്കുന്നവയെക്കുറിച്ചാണോ പറയുന്നത്? അല്ല, ഉയർപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അവബോധമുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യമാണ് പൗലോസിലെ ചോദിക്കുന്നത്. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ, അപ്പം ആരാണ് ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടത്? യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റപ്പെട്ടവരാരൊക്കെയാണ്? കൊളോസ്യസിലെ സഭയ്ക്ക് പൗലോസിലെ എഴുതുകയായത്. ഇത് സഭയോട് പറയുന്ന, സഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട, സഭയുടെ ഒരു സഭയ്ക്ക് വേണ്ടി എഴുതിയ ലേഖനമാണ് എന്ന് നമുക്കിത് പറയാം. സഭയോട് പറയുക. സഭയാരാ? കർത്താവിൻ്റെ മണവാട്ടിയാണ്, വീണ്ടെടുക്കപ്പെട്ട ജനമാണ്. അഥവാ മാമോദിസ മുങ്ങി വീണ്ടും ജനനം പ്രാപിച്ച് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കുന്ന
വ്യക്തിയാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ സഭയ്ക്ക് വേണ്ടി എഴുതിയ സഭാ മക്കളോട് പറയുന്ന സഭാ പ്രബോധനമാണ് ഇത്. ലേഖനങ്ങളെല്ലാം സഭാപ്രബോധനങ്ങളാണ്. അപ്പോൾ മാമോദീസ മുങ്ങിയതിലൂടെ നമ്മൾ ഉയർപ്പിക്കപ്പെട്ടവരാണ് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. റോമാക്കാരുടെ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ പല പ്രാവശ്യം പൗലോസ്ലീഹ പറയുന്നുണ്ട്, നമ്മൾ ഉയർപ്പിക്കപ്പെട്ടവരാണ്, ക്രിസ്തുവിനോടൊപ്പം നമ്മൾ ഉയർപ്പിക്കപ്പെട്ടവരാണ് എന്ന്. അപ്പോൾ ഇവിടെ വീണ്ടും കൊളോസസിലെ സഭയ്ക്ക് വേണ്ടി എഴുതിയപ്പോൾ ആ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടവരാണെങ്കിൽ ഈ ഒരു ബോധ്യം നമ്മുടെ അകത്ത്, ഓരോ വിശ്വാസികളുടെ അകത്ത് ആഴത്തിൽ പതിയേണ്ട ഒരു കാര്യമാണിത്. പ്രിയ ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തു മരിച്ചപ്പോൾ നമ്മളും മരിക്കപ്പെട്ടു. ആത്മാവിൽ, ആത്മമണ്ഡലത്തിൽ, സ്പിരിച്വലി. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിലൂടെ നമ്മളും ഉയർത്തെഴുന്നേറ്റു. ഇനി നമ്മൾ ഉയർത്തെഴുന്നേറ്റ് ആത്മാവിൽ, ആത്മമണ്ഡലത്തിൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റ ജീവിതം നയിക്കുന്നവരാണ് മാമോദിസ സ്വീകരിച്ച ഏതൊരു വ്യക്തിയും. ഇനി ഈ ലോകത്തിന് നമ്മെ തൊടുവാൻ സാധ്യമല്ല, പാപത്തിന് നമ്മെ തൊടുവാൻ സാധ്യമല്ല, മരണത്തിന് നമ്മെ തൊടുവാൻ സാധ്യമല്ല. നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ജനമാണ്. വീണ്ടെടുക്കപ്പെട്ടവർ, മാമോദിസ സ്വീകരിച്ചവർ, യേശുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചവർ, അവൻ്റെ മരണത്തോടെ മരിക്കുകയും അവൻ്റെ ഉത്ഥാനത്തോടെ നമ്മൾ എഴുന്നേൽക്കുകയും ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന യേശു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെപ്പറ്റി അന്വേഷിക്കുവിൻ. അപ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുകയാണ്. അതാണ് യോഹന്നാൻ്റെ ലേഖനം 2-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങളിൽ പറയുന്നത്. പിതാവിൻ്റെ വലതുവശത്ത് യേശു ക്രിസ്തു ഉപവിഷ്ടനായിരിക്കുകയാണ്. അതോടൊപ്പം അവൻ ആത്മാവായി ഈ ഭൂമിയിൽ നമ്മോടൊപ്പം വ്യാപരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, യേശുവിനോട് ഐക്യപ്പെട്ടവരെ, യേശുവിനോടൊപ്പം ആത്മാവിൽ മരിക്കുകയും ആത്മാവിൽ ഉയർത്തെഴുന്നേൽപ്പ് നടത്തുകയും ചെയ്തവരെ, നിങ്ങളുടെ പൗലോസ്ലീഹ പറയാണ്, നിങ്ങൾ ഉന്നതത്തിൽ ഉള്ളവയെപ്പറ്റി ചിന്തിക്കുവിൻ. യേശു ഉയർത്തെഴുന്നേറ്റ് ഉന്നതത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുവശത്ത് ഉപവിഷ്ടനായിരിക്കുന്നത് കൊണ്ട് അവനോടൊപ്പം മരിക്കുകയും അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത നാം ഉന്നതത്തിലുള്ളവയെപ്പറ്റി നാം ചിന്തിക്കുവിൻ. അപ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം വിശ്വാസികളായ ദൈവജനം എന്ന് പറയുന്ന നാം, നമ്മുടെ ചിന്തകളെല്ലാം പ്രിയപ്പെട്ടവരെ ഉന്നതമായിരിക്കണം. അവൻ ഉന്നതങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് എപ്പോഴും അവനെപ്പറ്റി നാം ചിന്തിക്കണം. യേശുവിനെക്കുറിച്ച് നാം ചിന്തിക്കണം. സ്വർഗീയമായിരിക്കണം നമ്മുടെ ചിന്തകളെല്ലാം. ശ്രേഷ്ഠമായിരിക്കണം നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഭാവനകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ സംസാരം,
എല്ലാം ഉന്നതമായിരിക്കണം എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ നോട്ടം ചെറുതിലേക്കാകരുത്. നമുക്കറിയാം, കൊച്ചു കുട്ടികളൊക്കെ അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ അവർക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ മതി അവർക്ക് തൃപ്തിപ്പെടാനായിട്ട്. ബലൂൺ കിട്ടിയാൽ, പി കിട്ടിയാൽ, ഊത്ത് കിട്ടിയാൽ, ചെറിയ ബോൾ കിട്ടിയാൽ അവർക്കത് മതി. അവരതിൽ സന്തോഷിക്കും, അവർ അതിൽ ആനന്ദിക്കും. എന്നൊരു 10 വയസ്സുകാരന് അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. അവന് കുറച്ചും കൂടെ നല്ലത് അവന് ക്രിക്കറ്റ് ബോളും ക്രിക്കറ്റ് പന്തും അല്ലെങ്കിൽ ഫുട്ബോളും ഒക്കെ ഉണ്ടെങ്കിൽ അവൻ കൂട്ടുകാരൊത്ത് പോയി കളിക്കും. അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അവനിട്ട് അതിനകത്ത് ഗെയിം കളിക്കും. അവനതാ പ്രാധാന്യം. എന്നാൽ 10, 40, 50 വയസ്സുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും അത് വലിയ പ്രാധാന്യമല്ല. അവർക്ക് കുറേ കൂടെ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ്. അവർക്ക് ബിസിനസ്സിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സ്ഥലത്തെക്കുറിച്ചുള്ള മറ്റ് ഉന്നതമായ കാര്യങ്ങളെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. ഇതുപോലെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മൾ ഈ ലോകത്തിൽ ആണ് ജീവിക്കുന്നത്. ശാരീരികമായി ഇവിടെയാണെങ്കിലും നമ്മൾ ഈ ലോകത്തിലെ ചിന്തകൾ കൊണ്ട് ജീവിക്കേണ്ടവരല്ല. ഇപ്പോൾ വിവാഹം കഴിച്ച ഭാര്യ ഇവിടെയാണ്, നാട്ടിലാണ്, ഭർത്താവ് വിദേശത്ത് ജോലിയിൽ പോയെന്ന് വിചാരിക്കുക. വളരെയധികം സ്നേഹത്തിൽ കഴിഞ്ഞ ഭർത്താവ് ജോലിക്ക് വേണ്ടി പോയി. എനിക്ക് തോന്നുന്നത് ആ ഭർത്താവിന് സ്നേഹമുള്ള ഭാര്യയോട് എപ്പോഴും ഈ ഭാര്യയെക്കുറിച്ച്, നാട്ടിലുള്ള ഭാര്യയെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും എപ്പോഴും. ജോലിക്കിടയിൽ എത്രയോ പ്രാവശ്യം ചിന്തിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല പ്രാവശ്യം ചെയ്യും, ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഗ്ലാസ് കാപ്പി കിട്ടുമായിരുന്നല്ലോ, തുണിയെല്ലാം അലക്കി തരുമായിരുന്നല്ലോ. രാത്രി കിടക്കാൻ നേരത്തും ഭക്ഷണത്തെ കാര്യം ചിന്തിക്കുമ്പോഴെല്ലാം എപ്പോഴും ഭാര്യയെക്കുറിച്ച് ഒന്നല്ല എത്രയോ പ്രാവശ്യം ചിന്തിക്കും. വീട്ടിൽ കഴിയുന്ന ഭാര്യയെക്കുറിച്ച് ചിന്തിക്കും. ഇതുപോലെ ദൈവവുമായിട്ട് ഐക്യപ്പെട്ടവൻ, ക്രിസ്തുവിനോടൊപ്പം ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റ വ്യക്തി, യേശു പിതാവായ ദൈവത്തിൻ്റെ വലതുവശത്ത് ഉപവിഷ്ടനായിരിക്കുന്നത് കൊണ്ട് ശാരീരികമായി മാത്രം ഈ ഭൂമിയിൽ വസിക്കുന്ന നാം, ആ വ്യക്തി എപ്പോഴും നമ്മുടെ മണവാളനായ ക്രിസ്തുവിനെക്കുറിച്ച്, ഉന്നതത്തിൽ വസിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ ചിന്ത ദൈവത്തെക്കുറിച്ചായിരിക്കണം, യേശുവിനെക്കുറിച്ചായിരിക്കണം. അവൻ്റെ ചിന്തയും അവൻ്റെ സ്വപ്നങ്ങളും അവൻ്റെ ഭാവനകളും അവൻ്റെ സംസാര ശൈലിയും എല്ലാം ശ്രേഷ്ഠമായിരിക്കണം. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, പല സാധാരണ ക്രിസ്ത്യാനികൾ പലരും ഞായറാഴ്ച അല്പം മദ്യപിക്കുവാനായിട്ട് നോക്കി നിൽക്കുക. 40 ദിവസം കട്ടിച്ച് പിടിച്ച് മസിൽ പിടിച്ച് ബ്രേക്ക് ചെയ്ത് നിർത്തിയതൊക്കെ പൊട്ടിച്ച് കളയുന്ന ദിവസമാണ് ഞായറാഴ്ച. മദ്യപിക്കുവാനും ആഘോഷിക്കാനും ലോകത്തിൻ്റെതായ പല സുഖങ്ങളിൽ പെടാനും നോക്കി നിൽക്കുന്ന ദിവസമാണ് ഞായറാഴ്ച. അത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയല്ല. ക്രിസ്തുവുമായിട്ടുള്ള യഥാർത്ഥ ബന്ധത്തിലോട്ട് വരാത്ത വ്യക്തികളാണ് ലോകത്തിലുള്ള സുഖങ്ങളിൽ സംതൃപ്തി കണ്ടെത്തുന്നത്. ആയതിനാൽ യേശുക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർത്തെഴുന്നേറ്റവരാണെങ്കിൽ ആണ് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അതിനുള്ള കൂദാശയാണ് നമ്മൾ സ്വീകരിച്ചത്, പ്രാരംഭ കൂദാശ സ്വീകരിച്ചത്. അങ്ങനെയുള്ളവർ അവർ ലോകത്തിൻ്റേത് എന്ന മട്ടിൽ ജീവിക്കാതെ, ലോകത്തിൻ്റേത് എന്ന മട്ടിൽ നമ്മൾ ഇഴുകിച്ചേർന്ന് ലോകത്തോട് ചേർന്ന് ജീവിക്കാതെ, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചവൻ, യേശു പീഡാനുഭവങ്ങൾ ഏറ്റെടുത്ത കാൽവരിയിൽ നമുക്ക് വേണ്ടി മുൾമുടി ധരിച്ച് കൈകാലുകളിൽ ആണിയടിയേറ്റ് തൂങ്ങി കാൽവരിയിൽ മരിച്ചവൻ, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലിരിക്കുന്നത് കൊണ്ട് എൻ്റെ പകരക്കാരനായി മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് പാപത്തെയും ശാപത്തെയും മരണത്തെയും തോൽപ്പിച്ചുകൊണ്ട് ജയാളിയായി സ്വർഗത്തിൽ ഇരിക്കുന്നത് കൊണ്ട്, പ്രിയ ദൈവജനമേ, പ്രിയ സഹോദരങ്ങളെ,
നമ്മുടെ ചിന്തകളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ നോട്ടം മുഴുവൻ ഉന്നതത്തിലേക്കായിരിക്കണമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. ഉന്നതമായ ചിന്തകൾ സ്വർഗീയ ചിന്തകൾ നമുക്ക് കിട്ടുവാൻ നമ്മൾ എന്തു ചെയ്യണം? പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ദൈവവചനം വായിക്കുക, പഠിക്കുക, ധ്യാനിക്കുക എന്നുള്ളതാണ്. എത്രമാത്രം ദൈവവചനം നമുക്ക് ധ്യാനിക്കാൻ പറ്റുന്നു, വായിക്കാൻ പറ്റുന്നു. വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയുടെ ഒരു സമയത്ത് ഒരു ചെറിയ പാരഗ്രാഫ് വായിച്ച് മടക്കി വെക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. കൂടുതൽ സമയം, ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ നേരം സമയമുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുക. ദിവസവും വായിക്കാൻ പറ്റുമെങ്കിൽ ഞായറാഴ്ച അല്പം കൂടുതൽ സമയം വായിക്കാനും ധ്യാനിക്കാനും പഠിക്കാനും നിങ്ങൾ സമയം ചെലവഴിക്കുമ്പോൾ ഒക്കെ നമ്മുടെ ചിന്തകൾ ഉന്നതമായി മാറും. നമ്മൾ എന്തു വായിക്കുന്നു, എന്തു കേൾക്കുന്നു, എന്തു കാണുന്നു, അത് നമ്മുടെ ചിന്തകളെ ഭരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശുദ്ധമായ യേശുവിൻ്റെ തിരുവചനമാകുന്ന വിശുദ്ധ ബൈബിൾ നമ്മൾ നമ്മൾ വായിക്കാനും പഠിക്കാനും നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ ഉന്നതമായിരിക്കും, ശ്രേഷ്ഠമായിരിക്കും, പരിശുദ്ധമായിരിക്കും. ആയതിനാൽ ഈ ഈസ്റ്റർ ദിവസം യേശു സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലോട്ട് പോയതുപോലെ ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മുടെ ചിന്തകൾക്കും ഒരു ഉയർപ്പുണ്ടാകട്ടെ. നമ്മൾ പാപത്തിന് മരിച്ച് ഉയർത്തെഴുന്നേറ്റവരാണ് എന്ന ബോധ്യമുണ്ടാകട്ടെ. നമ്മുടെ ചിന്തകൾ ഇന്നു മുതൽ ശ്രേഷ്ഠമായിരിക്കട്ടെ, ഉന്നതമായിരിക്കട്ടെ, സ്വർഗീയമായിരിക്കട്ടെ, പരിശുദ്ധമായിരിക്കട്ടെ, വിശുദ്ധമായിരിക്കട്ടെ. അതിന് വിശുദ്ധമായ ചിന്തകൾ നമുക്കുണ്ടാകണമെങ്കിൽ ഉന്നതത്തിലുള്ളവയെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. സ്വർഗത്തിലുള്ളവയെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. ഭൗതികമായി ഈ ലോകപ്രകാരം എന്ത് ജോലി ചെയ്യാം, എന്തും കൂടെ നമുക്ക് കുറേ പണം നമുക്ക് സമ്പാദിക്കാം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം, അവരുടെ വിവാഹം നടത്താം, ഒരു പെരയും കൂടെ വെക്കാം, ഒരു വീടും കൂടെ വെക്കാം, എങ്ങനെയൊക്കെ ജോലി കിട്ടും, കല്യാണം കഴിക്കാം. ഇന്ന് ഈ ലോകപ്രകാരമുള്ളത് മാത്രം ചിന്തിക്കാതെ അതൊക്കെ നടന്നോളും സഹോദര. ഉന്നതത്തിലുള്ളവയെപ്പറ്റി ചിന്തിച്ചാൽ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ദൈവത്തിൻ്റെ കാര്യം ആദ്യം നോക്കിയാൽ ദൈവം നമ്മുടെ കാര്യം നോക്കും. ബാക്കിയെല്ലാം ദൈവം കൂട്ടിച്ചേർക്കും. ദൈവം നമുക്ക് കൂട്ടിച്ചേർത്ത് തരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നാം സ്വയം തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ ദൈവം കൂട്ടിച്ചേർത്ത് തരുന്നത് ഏറ്റവും ബെറ്ററായിരിക്കും. ആയതിനാൽ നമുക്ക് ദൈവത്തിൻ്റെ ഉന്നതമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം, സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കാം, ക്രിസ്തുവിനെക്കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ ചിന്തകൾ ഉന്നതമായിരിക്കട്ടെ. അതിന് തിരുവചനം നമ്മളെ സഹായിക്കുന്നു. ഇന്നു മുതൽ കൂടുതൽ വചനം വായിക്കാനും പ്രത്യേകിച്ച് ലേഖനങ്ങൾ വായിക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ചിന്തകൾക്ക് അസാധാരണമായൊരു മാറ്റം ഉണ്ടാകും. ഒരു ആത്മീയ മണ്ഡലത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, മെയ് മാസം 4, 5, 6 തീയതികളിൽ പാല താബോർ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ബെത്ലഹേം ടീം ഒരു പ്രവാചക അഭിഷേക ധ്യാനം നടത്തുകയാണ്. ഇതൊരു സാധാരണ ധ്യാനമല്ല. ശുശ്രൂഷ മേഖലയിൽ ഉള്ളവർക്കും ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും വചനം വായിച്ച് വചനത്തിൻ്റെ അഭിഷേകം കിട്ടണം, വചനത്തിൽ എനിക്ക് വളരണം, ആത്മാവിൻ്റെ നിറവിൽ എനിക്ക് വളരണം, യേശുവുമായിട്ട് ഐക്യപ്പെട്ട ഒരു ജീവിതം എനിക്ക് നയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം നടത്തപ്പെടുന്ന ഒരു ധ്യാനമായത്. ഇത് നേതൃത്വ ഒരു ധ്യാനമായത്. അതുകൊണ്ട് അങ്ങനെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാം. സീറ്റുകൾ വളരെ പരിമിതമാണ്. മെയ് 4, 5, 6 തീയതികളിൽ എന്നോടൊപ്പം വേറെ അഭിഷേകമുള്ള, നല്ല കൃപയും അഭിഷേകമുള്ള 2-3 ബ്രദേഴ്സും കൂടെ സഹായിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ട് ശുശ്രൂഷയാണ് ഇത്. ആയതിനാൽ നിങ്ങൾ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന ഈ ഫോൺ നമ്പറിൽ നിങ്ങൾ ഞാനുമായി ബന്ധപ്പെടുക. ദൈവം നിങ്ങളെയും കുടുംബത്തെയും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തെയും
സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.